ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീനിൽ വാട്സപ്പിൻ്റെ ഒരു പോപ്പപ്പ് വന്ന് കാണാൻ സാധിക്കും. ഇവിടെ പോപ്പപ്പിൽ നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് മെസ്സേജ് വന്നിരിക്കുന്നതെന്ന് കാണാനും അതിവിടെ വെച്ച് കോപ്പി ചെയ്യാനൊക്കെ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ തിരക്കുള്ള ആളാണെങ്കിൽ, ജോലി തിരക്കൊക്കെ ഉള്ള ആളാണെങ്കിൽ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് വാട്സപ്പ് തുറന്നു നോക്കാതെ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ തന്നെ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണുന്നതിന് വേണ്ടി നമുക്ക് ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ മാത്രമല്ല, ടെലഗ്രാമിലായാലും മെസ്സഞ്ചറിലായാലും ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു വലിയ പോപ്പപ്പ് ആയിട്ട് അത് കാണാൻ സാധിക്കുകയും അത് അവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ആ സെറ്റിങ്സ് നമുക്ക് ഉപയോഗിക്കുക, എന്താണ് ആ ഫീച്ചർ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു ആപ്പ് നമുക്ക് ആവശ്യമാണ്. ആപ്പ് ചെറിയൊരു ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ പോപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. താഴെ കാണുന്ന ഭാഗത്ത് എനേബിൾ പെർമിഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർമിഷൻ എനേബിൾ ചെയ്യാൻ ആവശ്യപ്പെടും. ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ പേരിലുള്ള ആ പെർമിഷൻസ് ഒന്ന് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലെ പോപ്പപ്പ് വരും. ഈ ഡോട്ടിലൊന്ന് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് ഓക്കെ ബട്ടൺ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കൗണ്ട് പൂർത്തിയായതിനു ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആപ്പിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇതുപോലെ ഗ്രീൻ മാർക്കിൽ കാണാൻ സാധിക്കും. വീണ്ടും താഴെ കാണുന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. വീണ്ടും എനേബിൾ പെർമിഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്പിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇതുപോലെ കാണിക്കും. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് ചെക്ക് എന്ന് കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആപ്പുകളുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ ആപ്പുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഏതൊക്കെ ആപ്പുകൾക്കാണോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തത്തിൽ ബിഗ് സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ വലിയ സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ വാട്സപ്പ് മെസ്സേജുകളൊക്കെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് വാട്സപ്പ് എന്നുള്ള ആപ്പ് സെലക്ട് ചെയ്തെടുക്കണം. ഞാൻ വാട്സപ്പ് കാണിച്ചു തരുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ ഭാഗത്ത്. അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താലും മതി വാട്സപ്പ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് നേരെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വാട്സപ്പ് ബിസിനസ് എന്നുണ്ട്. ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് എന്നുള്ളത്. നമുക്ക് ആവശ്യമുള്ള ആപ്പിന് നേരെയുള്ള ഈ ഇൻഡു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എനേബിളായി. ഞാനിവിടെ തൽക്കാലം ഒരു വാട്സപ്പ് മാത്രമാണ് ചെക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. ഇനി ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ നിന്ന് എൻ്റെ ഈ ഒരു വാട്സപ്പിലേക്ക് ഞാനൊരു മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു മെസ്സേജ് എൻ്റെ മറ്റൊരു ഫോണിൽ നിന്ന് ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചപ്പോൾ അയച്ച ആളുടെ പ്രൊഫൈൽ കാണാം. ആ മെസ്സേജ് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ആരാണ് അയച്ചിരിക്കുന്നത് അയാളുടെ പേര്, അയച്ച ആളുടെ പേരും ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് മെസ്സേജ് അയച്ചതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തിരക്കിലൊക്കെ ആണെങ്കിൽ, ജോലി തിരക്കൊക്കെ ആണെങ്കിൽ വാട്സപ്പിൽ ആര് മെസ്സേജ് അയച്ചോ എന്താണ് അയച്ചതെന്നുള്ളതൊക്കെ കൃത്യമായി ഇവിടുന്ന് കാണാനും ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ ഇവിടെ ഈ വലതു ഭാഗത്തിൽ അരോമാർ ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പിലേക്ക് പോകാനും അല്ലെങ്കിൽ ഈ ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആപ്പ്. ആപ്പിനകത്ത് ആവശ്യമുള്ള ആപ്പുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.